20 വർഷത്തിലധികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കെട്ടിടമുണ്ട് കൊച്ചിയിൽ. കൊച്ചിൻ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം. 2005 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണിതിട്ടും പണിതീരാത്ത കെട്ടിടമെന്നായിരുന്നു മറൈൻ ഡ്രൈവിലുള്ള കൊച്ചി കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ നാളിതുവരെയുള്ള പേര്. എന്നാൽ 2025 അവസാനിക്കുമ്പോൾ മികച്ച കോർപ്പറേഷൻ കെട്ടിടമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന ബോർഡും സ്ഥാപിച്ചു. കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തിയാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നത് മുതൽ പല സാങ്കേതിക പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് കൊച്ചി മറൈൻ ഡ്രൈവിൽ ഈ ബഹുനില കെട്ടിടം ഇനി തലയുയർത്തി നിൽക്കാൻ പോകുന്നത്. നിർമ്മാണത്തിനായി 12 കോടിയോളം രൂപ മുൻ കൗൺസിൽ ചെലവഴിച്ചുവെങ്കിൽ 40 കോടിയാണ് നിലവിലെ ബജറ്റ്. 6 നിലകളുള്ള കെട്ടിടത്തിൽ ലിഫ്റ്റ്, AC തുടങ്ങി ആധുനിക സൗകര്യങ്ങളെല്ലാമുണ്ട്. എന്നാൽ കായലിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ ഉപ്പ് കലർന്ന വെള്ളം താഴത്തെ നിലകളിൽ കയറുന്നത് പിൽക്കാലത്ത് കെട്ടിടത്തിന് ബലക്ഷയം സംഭവിക്കുമോ എന്ന കാര്യത്തിലടക്കം പ്രതിപക്ഷം ആശങ്ക പ്രകടിപ്പിക്കുന്നു. കാലങ്ങളായി ഉപ്പുവെള്ളം കയറുന്ന ഒരു ബിൽഡിങ്ങിന് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്റ്റെബിലിറ്റി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കെട്ടിടം 25 വർഷം കഴിഞ്ഞു കെട്ടിടത്തിന്റെ പണി ആരംഭിച്ചിട്ട്. നമുക്ക് കാണാൻ കഴിയും കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതുപോലെ ചരിഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പൊതുജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഇതിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല മറ്റു വരുമാന മാർഗം മുന്നിൽ കാണാതെ കെട്ടിടത്തിന് ഇത്രയും തുക ചിലവഴിക്കണമെന്നതും പ്രതിപക്ഷം ചോദിക്കുന്നു. ജിപ്സം ബോർഡൊക്കെ വെച്ചുകൊണ്ട് വലിയ ആർഭാടമായി ലക്ഷറിയായി പണിയുമ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് ആര് നിർവഹിക്കും? ഇതിൻ്റെ അകത്തുനിന്നൊരു റവന്യൂ റിട്ടേൺ ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയാതെ കെട്ടിടം ഒരു ഭദ്രാവതി പോലെയായി പോകുന്ന സ്ഥിതി ഉണ്ടാവും. എന്നാൽ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾക്ക് ശേഷമാണ് നിർമ്മാണം നടത്തുന്നതെന്ന് അധികൃതരും പറയുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന കൊച്ചിൻ കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷത്തോടെ തന്നെ പൂർത്തിയാക്കാനാണ് നീക്കം. വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹ മോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.